വചനസാരം വചനസാരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സാധാരണയായി സുവിശേഷത്തിന്റെ പല ഭാഗങ്ങളിലും യഹൂദ പ്രമാണികളും ഫരിസേയരും ചോദ്യങ്ങളുമായി ഈശോയെ സമീപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പതിവിന് വിപരീതമായി സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരാണ് ഇന്ന് ചോദ്യവുമായി ഈശോയെ സമീപിക്കുന്നത്. അവരുടെ പ്രശ്നം ഇതായിരുന്നു: യോഹന്നാനും തങ്ങളും ഉപവസിക്കുന്നു, എന്നാൽ ഈശോയുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നതായി അവർ കാണുന്നില്ല. ഈശോ ഒറ്റ വാക്കിൽ അവർക്ക് മനോഹരമായൊരു ഉത്തരം നൽകുന്നുണ്ട്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ദുഃഖം ആചരിക്കാനാവില്ല. മണവാളൻ അവരിൽ നെടുക്കപ്പെടുന്ന സമയം വരും, അപ്പോൾ അവർ ഉപവസിക്കും. പഴയ നിയമത്തിൽ ദൈവരാജ്യത്തെ വിവാഹ വിരുന്നിനോടാണ് ഉപമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവപുത്രന്റെ സാന്നിധ്യമാണ് മണവാളന്റെ സാന്നിധ്യമായി ഇവിടെ അർത്ഥമാക്കുന്നത്. യഹൂദ ജനതയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദൈവാനുഭവത്തിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഉപാധിയായിരുന്നു ഉപവാസവും പ്രാർത്ഥനയും. ദൈവത്തോടുകൂടി ആയിരിക്കുന്ന ഒരു പുതിയ ജീവിതശൈലിയാണ് ഈശോ ഇവിടെ അവതരിപ്പിക്കുന്നത്. ക്രിസ്തു ഉപവാസത്തിനെതിരാണെന്ന് ഇവിടെ അർത്ഥമില്ല. അവൻ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചുവെന്ന് തിരുവചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉപവാസത്തെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു വഴിയായി കണ്ട ജനതയ്ക്ക് മുമ്പിൽ ദൈവാനുഭവം സ്വന്തമാക്കുവാനായി ഉപവാസത്തെ ഒരു ആത്മീയ നിഷ്ഠയായി അനുഷ്ഠിച്ചിരുന്നവരുടെ മുമ്പിൽ താൻ ദൈവപുത്രനാണെന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഭവത്തിന് പഴയ വഴികളിലേക്ക് പിന്തിരിയേണ്ടിയിരുന്നില്ല. ദൈവസ്നേഹത്തിന്റെ ഒരു പുതിയ ജീവിതശൈലിയാണ് ഇവിടെ ഇതൾ വിരിയുന്നത്. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ടും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽപ്പിടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടും പുതിയ ജീവിതശൈലി ആവശ്യകമാണ് എന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുകയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പഴയ നിയമം പറഞ്ഞപ്പോൾ ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ സമാധാനത്തോടുകൂടി പോവുക എന്നാണ് പുതിയ നിയമത്തിൽ ക്രിസ്തു പറഞ്ഞത്. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പഴയ നിയമം പറഞ്ഞപ്പോൾ നിന്റെ വലതു കർണം തടിക്കുന്നവന് ഇടതു കർണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പുതിയ ജീവിതശൈലി നമ്മളോട് ആവശ്യപ്പെടുന്നു. ബഹുമാനാദരവുകൾ കൊണ്ട് ദൈവത്തിന്റെ പേര് പോലും പറയുവാൻ ഭയപ്പെട്ടിരുന്ന ഒരു ജീവിതശൈലിയിൽ നിന്നും ദൈവത്തെ ആബാ പിതാവ് എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രസ്വീകാര്യതയുടെ ഒരു ജീവിതശൈലിയിലേക്കാണ് ക്രിസ്തു നമ്മളെ നയിക്കുന്നത്. മനുഷ്യനെയും അവൻ്റെ ചുറ്റുപാടുകളെയും അവൻ്റെ പ്രതിസന്ധികളെയും മനസ്സിലാക്കുവാൻ കഴിയാതെ പലപ്പോഴും ഇന്നും നമ്മളെല്ലാവരും അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോകാറുണ്ട്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം സാഹോദര്യത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് നീതീകരിക്കാം. തീർത്ഥാടനങ്ങൾക്കെല്ലാം ഒടുവിൽ കണ്ടെത്തേണ്ട വെറും സത്യമല്ല ദൈവം, പകരം ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കേണ്ട സ്നേഹമാണ്, നമ്മൾ പകർന്നു കൊടുക്കേണ്ട കരുണയാണ് നമ്മുടെ ദൈവം. കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു ജീവിതശൈലി നമുക്ക് സ്വന്തമാക്കാം. വചനസാരം വചനസാരം.